ആരോഗ്യ മേഖലയിൽ വലിയ പരീക്ഷണങ്ങൾക്കാണ് കെ മുരളീധരൻ മന്ത്രി തയ്യാറാകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറെ വെച്ചു. പിന്നെ വളരെ പ്രമുഖമായ രീതിയിൽ അദ്ദേഹം ആ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്നലെ ഒരു വലിയ തീരുമാനമെടുത്തിട്ടുണ്ട്. തീരുമാനം ഒറ്റ നോട്ടത്തിൽ നല്ലതാണ്, ഗുണകരമാണ്. പക്ഷേ അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ അത് നടപ്പിലാക്കണം, അല്ലെങ്കിൽ മറ്റ് വെളുക്കാൻ തേക്കുന്നത് പാണ്ടായി മാറും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മെഡിക്കൽ കോളേജിൽ വരുന്ന പനി വിഭാഗക്കാരെ ഉൾപ്പെടെ ഉള്ളവരെ പുലേനാർ കോട്ടയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. പുലേനാർ കോട്ട ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത, അത് ചെസ്റ്റ് ഡിസീസസിനുള്ള ക്യാമ്പസാണ്. ചെസ്റ്റ് ഡിസീസ് ക്യാമ്പസിൻ്റെ മായി ബന്ധപ്പെട്ട ട്യൂബർക്യുലോസിസിൻ്റെ പേരിപ്പോൾ TB എന്ന് പറയാറില്ല, ചെസ്റ്റ് ഡിസീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചെസ്റ്റ് ഡിസീസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അസുഖങ്ങൾക്കാണ് അവിടെ ട്രീറ്റ്മെൻ്റ് ഉള്ളത്. അവിടെ നോർമലായി പോകുന്ന ചെസ്റ്റ് ഡിസീസിനുള്ള ട്രീറ്റ്മെൻറ്റുമുണ്ട്. വളരെ ക്രോണിക്കലായിട്ടുള്ള വേരിയബിളായിട്ടുള്ള ചില മരുന്നുകളൊന്നും ശരീരത്തിൽ പിടിക്കാത്ത, പ്രതികരിക്കാത്ത വളരെ വേരിയബിളായിട്ടുള്ള ചെസ്റ്റ് ഡിസീസസുമുണ്ട്. അതിന് വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ട്രീറ്റ്മെൻറ്റ്, ഒരു വേറൊരു തരത്തിൽ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ആ ക്യാമ്പസ് വളരെ ഹൈജീനായി സൂക്ഷിക്കുകയും വളരെ കൃത്യമായ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടാണ് ആ ക്യാമ്പസ് ഇപ്പോൾ പോകുന്നത്. കാരണം ഇത് പകരാൻ സാധ്യതയുള്ളതാണ്. തുപ്പലിലൂടെയും കഫത്തിലൂടെയും പലതരത്തിലും പകരാനും കൂടി സാധ്യതയുള്ള അസുഖങ്ങൾക്ക് ചികിത്സയ്ക്ക് വരുന്നവരാണ് അവിടെ ചെസ്റ്റ് പെയിനിൻ്റെ ചികിത്സയ്ക്ക് വരുന്നവർ. കേവലം ഒരു ചെറിയ ചെസ്റ്റ് പെയിൻ മാത്രം ക്ലിനിക്കല്ലത്. അത് ട്യൂബർക്കുലോസിസും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചെസ്റ്റ് പെയിനിൻ്റെ ഹൈ എൻഡ് പരിപാടികളുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനാണ് ആളുകൾ അവിടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റൽ വളരെ ഹൈജീനായി സൂക്ഷിക്കേണ്ടതുണ്ട്. അവിടത്തേക്ക് മെഡിക്കൽ കോളേജിലെ പനി വിഭാഗക്കാരെ കൂടെ അങ്ങോട്ട് മാറ്റുമ്പോൾ രണ്ട് റിസ്ക് ഉണ്ട്. ഒന്ന്, അവിടെ ഉള്ള ആളുകൾക്ക് പനി വരാനുള്ള റിസ്ക്കും ഈ പനിയുമായി പോകുന്നവർക്ക് അവിടെയുള്ള അസുഖം വരാനുള്ള റിസ്ക്കും, രണ്ടിൻ്റെയും റിസ്ക് ഇലമെൻ്റ് ഉണ്ട്. ഡോക്ടർമാരാണ് ഇത് തീരുമാനമെടുത്തിരിക്കുന്നത്, DMO അടക്കമുള്ള ആളുകളാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ എലിയെ പിടിക്കാൻ ഇല്ലം ചുടുന്നത് പോലെ ആകരുത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 500 കിടക്കകളുള്ള പുതിയ ഡിവിഷൻ വരുന്നു. അത് ആ തരത്തിൽ അത് സന്തോഷം. തിരുവനന്തപുരത്ത് തൈക്കാട് ഹോസ്പിറ്റലിലോ പേരൂർക്കട ഹോസ്പിറ്റലിലോ, പേരൂർക്കട കുറച്ച് ഞകത്തായിപ്പോയി, പക്ഷേ തൈക്കാട് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിലോ സംവിധാനങ്ങൾ ഒരുക്കുകയോ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് പുറത്ത് കുറച്ചുകൂടി മറ്റൊരു സംവിധാനം ഒരുക്കുകയോ ചെയ്യുന്നതിന് അല്ലേ കൂടുതൽ ഔചിത്യം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ള മറ്റേതെങ്കിലും സംവിധാനത്തെ, ഞാൻ ഏത് സംവിധാനമെന്ന് പറയുന്നില്ല, സംവിധാനത്തെ പറിച്ചു നടുകയും മാറ്റുകയും അവിടെ ഇത് ആലോചിക്കുകയും ചെയ്യുന്നതല്ലേ വലുത്. പനിയായി വരുന്നവർക്ക് സാധാരണ മെഡിക്കൽ കോളേജിൽ അയക്കുന്നത് നോർമലായി പനി വരുന്നവരെ അവിടെ എടുക്കാറില്ല. കൂടിയ പനി വരുന്നവരെയും റെഫർ ചെയ്യുന്നവരെയാണ് അവിടെ എടുക്കുന്നത്. അവിടെ റെഫർ വരുന്നവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നവരെ പുലേനാർ കോട്ടയിലേക്ക് അയച്ചാൽ അവിടെ ഈ ആധുനിക മെഡിക്കൽ കോളേജിലുള്ള ആധുനിക സൗകര്യങ്ങൾ കിട്ടുമോ? അത് രോഗികളോടുള്ള ഒരു നിഷേധമല്ലേ? അവിടെ വെച്ച് അവർക്ക് പനി കൂടുക, മറ്റ് അസ്വസ്ഥതകൾ വന്നാൽ വീണ്ടും അവരെ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവരണം. ഇതൊരു വലിയ ടാസ്ക് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് നിൽക്കുമ്പോൾ 3 ടാസ്കുകളാണ് ഇവിടെ ഇതിനകത്ത് വരാൻ പോകുന്നത്. ഒന്ന്, പുലനാർക്കോട്ട ഹോസ്പിറ്റൽ അവിടുത്തെ രോഗികൾക്ക് ഹൈജീനായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥാപനമാണ്. പുറത്തുനിന്ന് ഒരുപാട് രോഗികൾ അവിടെ വരുന്നതും അവരുടെ ബന്ധുമിത്രാദികൾ ബൈസ്റ്റാൻഡർമാർ വരുന്നതും ആ ഹോസ്പിറ്റലിൻ്റെ മൊത്തം ഹോസ്പിറ്റാലിറ്റിയെ എങ്ങനെ ബാധിക്കും? ഒന്നാമത്തെ ചോദ്യം. അല്ല, ആ ക്യാമ്പസിനകത്ത് സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്, ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ക്യാമ്പസിൽ ഒരുപാട് സ്ഥലം കിടക്കുന്നത് കൊണ്ട് വളരെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇത് കൊണ്ടുപോകുന്നത് എങ്കിൽ അത് വേറെയാണ് കഥ. അല്ല, നിലവിലുള്ള സംവിധാനത്തിലേക്കാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ കഥ വീണ്ടും മാറും. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പനിയുമായി പോകുന്നവരുടെ പനിയും മറ്റുള്ളവർക്ക് വരാനുള്ള സാധ്യത, അപ്പുറത്തുള്ളവരുടെ അസുഖം ഇവിടെ വരാനുള്ള പരസ്പര സാധ്യത. കാരണം രണ്ടും ഇമ്മ്യൂണിറ്റി ഇഷ്യൂസാണ്. പനി വന്നാലും ഇമ്മ്യൂണിറ്റി കുറയും. ചെസ്റ്റ് ഡിസീസ് വരുന്നവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. പെട്ടെന്നവർക്ക് മറ്റസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ രണ്ട് കൂട്ടരുടെയും സുരക്ഷിതത്വം വളരെ പ്രധാനം. അവിടെ വച്ച് സീരിയസ് ആയാൽ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത. ഇതിനൊക്കെ പുറമെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിയുടെ ഈ പ്രസ്താവന തുടർച്ചയായി വന്നതിന് ശേഷം ബെഡില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരുപാട് പേരെ കിടത്തി ചികിത്സിക്കേണ്ടവരെ പുറത്തുവിടുന്നു.
അവർ സ്വകാര്യ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നു. ഇത് റിയലായി കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഇത്തരത്തിലുള്ള ഹോംവർക്കുകൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആഴത്തിലുള്ള ഹോംവർക്ക് നടക്കണം. നമ്മൾ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മറ്റൊരു പ്രശ്നം സൃഷ്ടിക്കപ്പെടരുത്. അതൊരു മെഡിക്കൽ സയൻസിലാകുമ്പോൾ എടുക്കുന്ന ഓരോ തീരുമാനവും 2 വട്ടം ആലോചിക്കണം. കാരണം മനുഷ്യൻ്റെ ജീവൻ വെച്ചുള്ള കളിയാണ്. അവിടെ പുലയനാർ കോട്ടയിലേക്ക് മാറ്റുമ്പോൾ അവിടെയുള്ള പേഷ്യൻസിനും ഡിസ്റ്റർബൻസ് ആകരുത്, അവിടെയുള്ള പേഷ്യൻസിൻ്റെ കാരണം കൊണ്ട് പോകുന്നവർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം അതൊരു സ്പെഷ്യൽ ഡിസീസാണ്. പോകുന്നവരെ സംബന്ധിച്ചും അവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ചും ആൾക്കൂട്ടം ഒരുപാട് അവിടെ കൂടുന്നതും പ്രശ്നമാണ്. ശുദ്ധമായ വായു അവിടെ പരമാവധി പോകേണ്ടത്, അവിടെ ഉള്ള ആളുകൾക്ക് വളരെ പരമാവധി ശുദ്ധമായ വായു അവിടെ എല്ലാവർക്കും കിട്ടേണ്ടത്, അവിടെ ഇപ്പോൾ ജീവിക്കുന്ന അല്ലെങ്കിൽ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന രോഗികൾക്ക് എപ്പോഴും ഓക്സിജൻ ശുദ്ധമായി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കേണ്ടത്. കാരണം ബോഡിയിൽ ഓക്സിജൻ്റെ അളവ് നിരന്തരം കുറയുന്നതാണ് ചെസ്റ്റ് ഡിസീസിൻ്റെ ഏറ്റവും വലിയൊരു സിംറ്റം. അപ്പോൾ അതുകൊണ്ട് പൾസ് റേറ്റും ഓക്സിജനും എപ്പോഴും വളരെയധികം ശുദ്ധമായ വായു അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ പുലയനാർ കോട്ടയിലേക്കുള്ള കൺസ്ട്രക്ഷൻ ആയാലും അവിടേക്കുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ 2 വട്ടം ആലോചിക്കണം. തീർച്ചയായും അത് ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതോടൊപ്പം ജനറൽ ഹോസ്പിറ്റലിലോ ഇനി മെഡിക്കൽ കോളേജിൽ തന്നെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാനോ ഒക്കെ പറ്റും. ജനറൽ ഹോസ്പിറ്റലിലുള്ള എന്തെല്ലാം സൗകര്യങ്ങൾ മാറ്റാൻ പറ്റും, നമുക്ക് അത്തരം സൗകര്യങ്ങൾ അങ്ങോട്ട് മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ജനറൽ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ തന്നെ ധാരാളം സ്ഥലമുണ്ട്. അവിടെ ടെമ്പററി അറേഞ്ച്മെൻറ്റ്സ് എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പെർമനൻ്റായ ബിൽഡിംഗ് കെട്ടണമെങ്കിലാണ് കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമുള്ളത്. ടെമ്പററി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനും ടെമ്പററി ബെഡ് ഒരുക്കാനൊന്നും ഒരുപാട് തുകയുടെ ആവശ്യമില്ല. അങ്ങനെയും ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ അവധാനതയോടുകൂടി വേണം തീരുമാനമെടുക്കാൻ. തീരുമാനത്തെ ചോദ്യം ചെയ്യാനോ നടത്തിയത് തെറ്റെന്ന് പറയാനോ ഒന്നുമല്ല. പക്ഷേ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ എടുക്കുന്ന ഓരോ തീരുമാനവും വളരെ കൃത്യവും വളരെ സയൻറ്റിഫിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടി മറ്റൊരു വിഷയം സൃഷ്ടിക്കപ്പെടരുത്. അങ്ങനെ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ഒന്നിലധികം വിഷയം ഉണ്ടായി വരുന്നത് ഒരു ഡെവലപ്മെൻറ്റൽ സിനോറിയയിൽ നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായി മന്ത്രി പരിഗണിച്ച് എന്തായാലും തീരുമാനമെടുത്തു. അപ്പോൾ അതിനാവശ്യമായ പ്രിക്കോഷൻ കൂടി എടുത്തുകൊണ്ട് പുലയനാർ കോട്ടയിൽ പോകണം. അല്ലാതെ നോർമലായ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ പുലയനാർ കോട്ടയിൽ കൊണ്ടുപോകരുത്. കാരണം അത് വെളുക്കാൻ തേക്കുന്നത് പാണ്ടാകും. എല്ലാ കൂട്ടരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.